ഇപ്പോ കോൺഗ്രസിൽ വലിയൊരു പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. അതായത് കഴിവുള്ളവരെ പണ്ടേ കോൺഗ്രസ് മാറ്റി നിർത്തുക, അവർക്ക് വേണ്ടപ്പെട്ടവരെ ചേർത്ത് നിർത്തുക, ഇതൊക്കെയാണ് കണ്ടുവരുന്നത്. കോൺഗ്രസിലെ ദീപ്തി മേരി വർഗീസ് അവര് കഴിവുള്ള ഒരു ലേഡിയാണ്, KPCC ജനറൽ സെക്രട്ടറിയാണ്, AICC മെമ്പറൊക്കെ ആയിരുന്നു. അപ്പൊ അവരെ ഇപ്പൊ തഴഞ്ഞുകൊണ്ട് മറ്റേ കർണാടകയിലെ ഡബിൾ ടൈം കളിക്കുകയാണ് കോൺഗ്രസ് കൊച്ചിയിൽ. കൊച്ചി മേയർ ആവുമെന്നൊക്കെ ദീപ്തി മേരി വർഗീസ് വിചാരിച്ചു. പക്ഷെ KC വരെ പറ്റിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും, അവരെ തഴഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ BJPയിലായിരുന്നെങ്കിൽ നേരെ തിരിച്ചാണ്. ഇവിടെ ശ്രീലേഖ IPSനെ മേയർ ആക്കണമെന്ന് BJPക്കാർ ഒന്നടങ്കം പറയാണ്. BJPയുടെ ഈ അടുത്ത കാലത്ത് വന്ന പ്രവർത്തകയാണ് അവർ. BJPയിൽ പ്രവർത്തിച്ചവർക്ക് പരിചയമില്ല, അവരൊരു IPS ഉദ്യോഗസ്ഥയായിരുന്നു. ഇവിടെയാണ് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ കാണേണ്ടത്. കോൺഗ്രസ് പറയുന്നത് എന്തുകൊണ്ട് ദീപ്തി മേരി വർഗീസിനെ നിങ്ങൾ കൊച്ചി മേയർ ആക്കിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ പറയാൻ. അവർക്ക് കഴിവില്ല എന്നോ അവർക്ക് സ്വാധീനമില്ല എന്നോ അല്ലെങ്കിൽ അവർക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റില്ലെന്ന് ഇതൊന്നും അല്ല പറയുന്നത്. അവരുടെ ഭർത്താവ് ഹിന്ദുവാണ്, ഇത് മാത്രമാണ് അവർ അയോഗ്യയാക്കിയത് അവരെ. അവിടെയും വർഗീയതയാണോ കോൺഗ്രസ്? കാർഡ് എപ്പോഴും കളിക്കുന്ന കാർഡ് വർഗീയതയാണ് കോൺഗ്രസ്. അതേ കാർഡ് തന്നെ ഇതിലും കളിച്ചു. കഷ്ടം ഈ ദീപ്തി മേരി വർഗീസ്, അവരുടെ അവസ്ഥ പെറ്റതള്ള സഹിക്കൂല തന്നെ. എന്തൊരവസ്ഥ നോക്ക്. എനിക്കറിയാം ദീപ്തി മേരി വർഗീസിനെ അറിയാം. കഷ്ടമുണ്ട് കേട്ടോ. ഈ സത്യം പറഞ്ഞ അവര് കുപ്പായം ഇട്ടുകൊണ്ട് വന്നു, കുപ്പായം അല്ലല്ലോ സാരി ഇട്ടുകൊണ്ട് വന്ന മേയർ സ്ഥാനത്തിനുള്ളത്. എന്തുകൊണ്ട് യോഗ്യ അവരായിരുന്നു. കാരണം ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. സ്ഥാനമാനങ്ങൾ നോക്കിയാണല്ലോ കോൺഗ്രസ് വീതം വെപ്പ് നടത്തുന്നത്. എനിക്കറിയാം ഈ സെക്രട്ടേറിയറ്റിന് മുമ്പില് പോലീസിന്റെ ഈ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് ഓടിയതിനെ അടി കൊണ്ട് തറയിൽ വീണ് കിടന്നതാണ് അവർ. പത്രത്തിൽ ഫോട്ടോയും കണ്ടതാണ്. അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ഒരു കസേരയിലിരുന്ന് അല്ലെങ്കിൽ ഈസി ചെയറിലിരുന്ന് പ്രവർത്തനം നടത്തുന്ന ഒരു പ്രവർത്തകയല്ല. ചുളിവ് വീഴാത്ത കതർ ഷർട്ടുമായിട്ട് പ്രവർത്തനം നടത്തുന്ന ആളുമല്ല. ചർച്ചകളിലും വന്നിരുന്ന അവർക്ക് പറയാവുന്ന വിധത്തിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സംവാദത്തിലൊക്കെ വന്ന് പങ്കെടുത്തതാണ്. അപ്പോൾ അവരെ ഇങ്ങനെ അങ്ങ് ഒതുക്കുക എന്ന് പറഞ്ഞ് ഓർക്കാപ്പുറത്ത് അല്ലെങ്കിൽ നേരത്തെ പറയണം, നേരത്തെ പറഞ്ഞു വെക്കണം. കാരണം ദീപ്തി മേരിയെ പോലുള്ള ആരിനോട് അവർ പാർട്ടിയിൽ അവരുടെ ഹയറാർക്കി കൊണ്ട് തന്നെ മേയർ ആവേണ്ട ആളാണ്. സംശയമില്ലാതെ തന്നെ മേയർ ആവേണ്ട ആളാണ്. അവരെ ആശിപ്പിച്ചിട്ട് ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നല്ലേ പറയുന്നത്. എന്തൊരു ചതിയാണ് ഈ ചെയ്തു പോയത്. ഈ കോൺഗ്രസ് പാർട്ടിയിൽ വന്ന് പെട്ടതിനെ കുറിച്ച് ഇപ്പൊ അവര് ദുഃഖിതയും നിരാശയുമായി ഇരിക്കുകയല്ലേ, ഹതാശയുമായിരിക്കുകയല്ലേ. എന്ത് പരിപാടിയായി പറഞ്ഞ് അവർ ചെയ്ത തെറ്റാണോ? അവരുടെ ഭർത്താവ് ഒരു ഹിന്ദുവായി പോയെന്നുള്ള അവരുടെ കുറ്റം. അനിൽ അദ്ദേഹം ഒരു സീരിയൽ സംവിധായകനാണ്, എന്നോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. ഒരു സീരിയൽ ഇപ്പൊ അത് ഉണ്ടോന്നറിയില്ല, അനിൽ എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. ആ ഒരു കളങ്കം മാറ്റാൻ വേണ്ടിയാണ് ദീപ്തി മേരി ജോസഫ് എന്ന് പേര് വെച്ചത്. ദീപ്തി മേരി വർഗീസ് എന്ന് പേര് വെച്ചത്. ക്രിസ്മസുമായിട്ട് അത് പറയാമല്ലോ. അത് നല്ലത് തന്നെ. എന്നിട്ടും രക്ഷപ്പെട്ടില്ലല്ലോ ദേവി. ഭർത്താവിന്റെ മതം വരെ നോക്കിക്കൊണ്ടാണല്ലോ കോൺഗ്രസിൽ നിയമനങ്ങൾ നടത്തുന്നത്. നോക്കൂ, അതേ സമയം തന്നെ ഡെപ്യൂട്ടി മേയർ പദവിയിലേക്ക് മുസ്ലിം ലീഗിനെ പരിഗണിച്ചിരുന്നില്ല. ആദ്യം വേറെയാണ് പേര് പരിഗണിച്ചത്. അത് തെറ്റായിപ്പോയി എന്നൊരു സൂചന കൊടുത്തതേ ഉള്ളൂ മുസ്ലിം ലീഗ്. അപ്പോൾ തന്നെ എന്നാൽ മുസ്ലിം ലീഗിന് കൊടുക്കുക. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പരിഗണന കണ്ടോ? ദീപ്തിക്ക് കിട്ടുന്ന ഒരു പരിഗണനയും കണ്ടോ? എന്തൊരു കഷ്ടമാണ്. ഇങ്ങനെ ആളുകളെ നിരാശരായിപ്പറ്റിയാൽ നാളെ അവർ എന്ത് ചെയ്യും? ഒരു സരിനായിട്ട് അങ്ങ് പോവില്ലേ? പാർട്ടി വിട്ട് അങ്ങ് പോവില്ലേ? അതല്ലേ നടക്കുന്നത്. അറ്റ് ദി ഏർലിയസ്റ്റ് നിരാശാബാധിതരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പോകും. ഇവിടെ ഒരു സിമി റോസ്ബെൽ ജോൺ ഉണ്ട്, AICC മെമ്പറായിരുന്നു. അവർ ഇത് തന്നെ പാർട്ടി വിട്ടുപോയി. പല്ലും കടിച്ചുകൊണ്ട് അവരിപ്പോ പറയുന്നത് VD സതീശനെതിരെ. നമ്മുടെ സന്ദീപ് വാര്യർ കസേര കിട്ടാത്തതുകൊണ്ട് അപ്പുറത്തോട്ട് പോയത്. BJPന്ന് കസേര കിട്ടാത്തത് കൊണ്ടാണ് സന്ദീപ് വാര്യർ അപ്പുറത്ത് പോയത്. അവിടെ ഉള്ളവർക്ക് പോലും ഇരിക്കാൻ കസേര കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. ഇനി സന്ദീപ് വാര്യർക്ക് ആര് കസേര കൊടുക്കും എന്നുള്ളതാണ്. കസേര ഇതെല്ലാം കിസ കുർസിക്ക. അതേസമയം കിസ കുർസിക്ക ഇല്ലാതെ നടക്കുന്ന ഒരു കളി അവിടെ എവിടെ നടക്കുന്നു? തിരുവനന്തപുരത്ത്. അഭിമാനപൂർവ്വം നമ്മുടെ നാട്ടിൽ അല്ലേ എന്ന് പറയാം. ഞാൻ അവിടുത്തെ അഭയാർത്ഥിയാണെങ്കിൽ തന്നെയുടെ സ്വന്തം സ്ഥലമാണല്ലോ. അപ്പൊ ഞാനൊരു 10-30 വർഷം അവിടെ ഉണ്ടായിരുന്നു. അവിടെ സുന്ദരമായിട്ട് ആ കസേര അർഹിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്, നമ്മുടെ ABC ചർച്ചകളിലും ശ്രീലേഖയായിരിക്കും ആണ് അവിടുത്തെ മേയർന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. വളരെ തന്നെയാണ് പറഞ്ഞത് VV രാജേഷ് ആയിരിക്കും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അല്ലേ? ഞാൻ ആദ്യം ചിന്തിച്ചപ്പോ ഈ പാർട്ടി ഇനി അട്ടിമറി നടന്നില്ലെങ്കിൽ
ശ്രീലേഖ വരണമെന്ന് തന്നെയാണ് തലസ്ഥാനത്തിലുള്ളവർ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് കുറച്ചുകൂടെ ഒരു മാനേജിങ് പവർ ഉണ്ട് സാർ. ഒരു ഭരിക്കാനുള്ള പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടി പ്രവർത്തനം പഠിക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ ആര്യ രാജേന്ദ്രനൊക്കെ എന്ത് പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടി പഠിച്ചിട്ടാണ് മറ്റേ ബാലസംഘത്തിൽ നിന്ന് 4 കൈയും കാലും ആട്ടിയതല്ലാതെ എന്ത് പഠിച്ചിട്ടാണ് തിരുവനന്തപുരം മേയറായത്? അതിലും കഴിവ് ഒരു IPS കയറിയ ശ്രീലേഖയ്ക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടന്ന് കാര്യങ്ങൾ ചെയ്യാനും പിന്നെ കക്കലും മോഷ്ടിക്കലും ഒന്നിന്റെ ആവശ്യമില്ലല്ലോ. അത്യാവശ്യം അവര് ഗവൺമെന്റ് ജോലിയായിരുന്നു, അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള ആളാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആണ് ഫാത്തിമ ബീവിയെ പോലെ ആദ്യത്തെ വനിതാ ജസ്റ്റിസ് എന്ന് പറയുന്നത്, അതും കേരളക്കാരിയാണ്. ആദ്യത്തെ വനിതാ ജസ്റ്റിസ് എന്ന് പറയുന്ന പോലെ ആദ്യത്തെ DGP. അതുപോലെ അടിച്ചു മാറ്റി കഴിമതി നടത്തിയൊന്നും ജീവിക്കേണ്ട ഗതികേടൊന്നും ശ്രീലേഖയ്ക്ക് ഉണ്ട് എന്ന് ആരും പറഞ്ഞു, എതിർപക്ഷക്കാർ പോലും പറഞ്ഞു കേട്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ രാജീവ് ചന്ദ്രശേഖരെ കൊണ്ടുവന്നതുപോലെ കേന്ദ്രം അത്തരത്തിൽ ഗ്രൂപ്പിസങ്ങളിലൊന്നും ഇല്ലാത്ത, ഗ്രൂപ്പ് കളികളിലൊന്നും നിൽക്കാത്ത, തലസ്ഥാനത്തെ വികസിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇനിയും BJP അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ കോർപ്പറേഷനിൽ ഒരു തുടക്കം അല്ലെങ്കിൽ അതിന്റെ ഒരു അനുഭവ പാഠത്തിലൂടെ അടുത്ത ആളെ തിരഞ്ഞെടുക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ചിലപ്പോൾ ശ്രീലേഖയെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. സാറ് പറയുമ്പോൾ പാർട്ടിയാണ്, അട്ടിമറികൾ എപ്പോ വേണമെങ്കിലും. ഇപ്പൊ ദീപ്തി ഇന്നലെ വരെ പുതിയ സാരിയൊക്കെ വാങ്ങിച്ച് ബ്ലൗസൊക്കെ എടുത്ത് സുന്ദരിയായിട്ടിരുന്നതാണ്. വൈകിട്ടായപ്പോ സതീശൻ വന്നൊരു വാർത്താ സമ്മേളനം നടത്തി തീർന്നെല്ലാം പൊളിഞ്ഞു പാളിസാക്കി എല്ലാം കഴിഞ്ഞ് അവരെ അട്ടിമറി അവരെ അച്ഛന്മാരും ഒക്കെ കൂടെ ചെന്നപ്പോ പറഞ്ഞ് ഹിന്ദു ആയുള്ള എന്തിനെ പിടിച്ച് ഇതാക്കുന്നതൊക്കെ ചോദിച്ചാണ്. ഹിന്ദുക്കളെ ആക്കാൻ പറ്റില്ല. ഹിന്ദുവായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം. അതുകൊണ്ട് കേരളത്തിലെ ഹിന്ദുക്കൾ ചിന്തിക്കാനുള്ളത് അവർക്ക് ഭൂരിപക്ഷത്തെ വേണ്ട, ന്യൂനപക്ഷത്തെ മതി. കോൺഗ്രസിന് കഴിവതും ഹിന്ദുക്കൾ വോട്ട് ചെയ്യാതിരിക്കുക, കോൺഗ്രസിനുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് ഹിന്ദുക്കൾ ആവശ്യമില്ല. ഇപ്പൊ ദീപ്തി മേരി വർഗീസിന്റെ ഭർത്താവ് ഒരു ഹിന്ദു ആയിപ്പോയി എന്നത് മാത്രമാണ് അവരിൽ കാണുന്ന അയോഗ്യത എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് ഈ പിച്ച നീട്ടും പോലെ നീട്ടിയിട്ടുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയല്ലേ ഒരു സീറ്റ് കൊടുക്കുക, അത് വേണമെങ്കിൽ കൊടുത്തിട്ട് അവര് തന്നെ തോപ്പിക്കുകയും ചെയ്യും. അവർക്ക് അതറിയുകയും ചെയ്യും. അവര് തന്നെ നിർത്തിയിട്ട് അവര് തന്നെ തോപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഇപ്പൊ പാർട്ടിക്ക് മുകളിൽ വളരെ ഇന്നിപ്പോ DCC പ്രസിഡന്റ് ഷിയാസ് പറഞ്ഞിരിക്കുന്നത് അഭിപ്രായം പാർട്ടിയുടെ പൊതുയോഗങ്ങളിൽ വേണം പറയാൻ, പൊതുവിടത്തല്ല പറയേണ്ടതെന്ന്. അത് വെച്ചാൽ പൊതുവിടത്ത് പറയുമ്പോൾ നാറ്റ കേസായിപ്പോയി. അതുകൊണ്ട് അതെല്ലാം പാലിക്കുന്ന ആളുകൾ തന്നെയാണ്. അതെ, അവരെല്ലാം അതെല്ലാം പാലിക്കുമല്ലോ. അതെ, എന്തായാലും കഷ്ടമായിപ്പോയി. ദീപ്തി അല്ലേ, ആ ദീപ്തി കെട്ടുപോയി. വിജയത്തിന്റെ ആ ദീപ്തി അങ്ങ് അണഞ്ഞുപോയി. അതിനെ BJPയെ കണ്ടു പഠിക്കുക. ഒരു സ്ത്രീയുടെ പിന്നാലെ പുരുഷന്മാരുൾപ്പെടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. ഒറ്റക്കെട്ടായിട്ട് 100 പേരും പറയുന്നത് ഒരു സ്വാതന്ത്ര്യം കൊണ്ടുണ്ട്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ ശ്രീലേഖയുടെ പിന്നിൽ വേറെ ആർക്കും മോഹമില്ല. തിരുവനന്തപുരം മേയർ എന്ന് പറഞ്ഞാൽ മോശമാണോ? മന്ത്രി പദവിയേക്കാൾ കൂടിയ പദവി അല്ലേ? ആ ഒരു പദവിയും ത്യജിച്ച് തങ്ങൾക്ക് വേണ്ട, VV രാജേഷിനൊക്കെ ക്ലെയിം ചെയ്യാവുന്നതായി പറഞ്ഞ പോലെ, പക്ഷെ വേണ്ടെന്ന് വെച്ചിട്ട് ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് അവരത് കൊടുത്തിരിക്കുന്നു. ആ തിരുവനന്തപുരത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന ശ്രീലേഖയിലൂടെ മാത്രമല്ല പ്രധാനമന്ത്രിയിലൂടെ ഇനിയും തിരുവനന്തപുരത്തിന് കൈവരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ. പണ്ട് കുചേലൻ ദ്വാരകയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തൻ്റെ കുടിലിരിക്കുന്ന സ്ഥലത്ത് കണ്ടായിരിക്കും നമ്മുടെ ധന്യ. ഇനി ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് സാർ തിരുവനന്തപുരം ഹൈടെക് സിറ്റി പോലെയൊക്കെ ആയി മാറണം. കാരണം തലസ്ഥാനമാണ്. ഇപ്പോഴും ഒരു 10 മിനിറ്റ് മഴ പെയ്താൽ ഇപ്പോഴും തമ്പാനൂർ വഴി നമുക്ക് പോകാനോ വണ്ടി പോലും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതൊക്കെ ഒന്ന് മാറി തിരുവനന്തപുരം വലിയ പ്രഭയോടുകൂടി ഇങ്ങനെ നിൽക്കണം. എല്ലാവർക്കും അവനവന്റെ എന്താ പറയുക, സംസ്ഥാനം നല്ല രീതിയിൽ ഇരിക്കണമെന്ന് ആഗ്രഹമല്ല. എനിക്ക് ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് എന്റെ തലസ്ഥാനം ഒന്ന് നല്ല രീതിയിൽ, ഞാൻ താമസിക്കുന്ന എന്റെ എന്താ പറയുക സംസ്ഥാനമല്ലല്ലോ, എന്റെ ഡിസ്ട്രിക്റ്റ് ഒന്ന് നന്നായിട്ട് കാണുമെന്നുള്ളത്. അത് BJPയിലൂടെ അത് യാഥാർത്ഥ്യമാകട്ടെ. ദീപ്തി മേരിയുടെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ ധന്യയുടെ ആഗ്രഹം സാധിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ന് മാത്രമല്ല, തോട്ടിൻകരയിൽ വിമാനമിറക്കാൻ താവളം ഉണ്ടാക്കും എന്ന് പറയുന്ന പോലുള്ള കാഴ്ചകളൊക്കെ അത്രയൊന്നും വേണ്ട. ദയവ് ചെയ്ത് ആ തെരുവ് നായ്ക്കളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിച്ചു തരണം. തിരുവനന്തപുരത്തെ എന്റെ വെള്ളക്കെട്ടിൽ നിന്നും തെരുവ് നായ്ക്കളിൽ നിന്നും ഒക്കെ ഞങ്ങളെ ഒന്ന് രക്ഷിച്ച അത്രയും തന്നെ ഞങ്ങള് പൂർണ്ണ പിന്തുണ BJPക്ക്. അടുത്ത തവണ ഞങ്ങൾ അതെ.